വന്യമൃഗശല്യം മൂലം ഭീതിയോടെ കഴിയുകയാണ് എറണാകുളം മലയാറ്റൂരിലെ കർഷക ഗ്രാമങ്ങൾ. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും പതിവായിട്ടും അധികൃതർക്ക് അനക്കമില്ല. തെരുവ് വിളക്ക് പോലും കത്താത്ത ഇടങ്ങളിൽ ജീവൻ പണയം വെച്ചാണ് വീടുകളിൽ പോലും പലരും കഴിയുന്നത്. ഇപ്പോഴും മണ്ണിൽ തന്നെ പണിയെടുക്കട്ടെ. ഈ കൃഷിപ്പണിയിൽ പണിയെടുക്കാനാ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. കിട്ടണേ ഇതും കൊണ്ട് എന്താന്ന് വെച്ചാൽ കിട്ടും. ഇത് 10 രൂപ എൻ്റെ കടമെടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ വീട്ടിനെ ഈ പിള്ളേർ പഠിപ്പിക്കണ്ടേ? മണ്ണോട് ചേരും വരെയും മണ്ണിൽ പണിയെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചതാണ് മണിച്ചേട്ടൻ. മണ്ണ് ചതിച്ചിട്ടില്ല ഇതുവരെ. അറിയാവുന്ന കൃഷിയൊക്കെ പരീക്ഷിച്ച് പൊന്നു വിളയിച്ചതാണ്. പക്ഷേ കുറച്ചു കാലങ്ങളായി കൃഷിപ്പണി എന്നത് നിരാശയും ഒപ്പം ഭീതിയും നിറഞ്ഞതാണ് ഇദ്ദേഹത്തിന്. 300-ലധികം വാഴയും റബ്ബർ തൈകളും ഉണ്ടായിരുന്ന പറമ്പിൽ ഇന്നിപ്പോൾ ഒന്നുമില്ല. എല്ലാം കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. മുകളിലത്തെ തൊട്ടിയിൽ കംപ്ലീറ്റ് ആദ്യം ഒരു ഒറ്റയാണ വന്ന് തീർത്ത് ആ കയ്യാൽ തീർത്ത് വേലി പൊളിച്ച് പോയി. ഒരു കയ്യാലുമേക്കടെ ഫുള്ളായിട്ട് കൂർക്കാട്ടു കഴിഞ്ഞിട്ട് പിന്നെ ഈ തൊട്ടി തുടങ്ങി 1, 2, 3, 4, 5ാമത്തെ തൊട്ടി വരെ ഞാൻ മഴ വെച്ചു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് മധുരം കിഴങ്ങ് നട്ടു. അതും കിട്ടിയില്ല. എല്ലാം പറിച്ച് അവർ കളഞ്ഞു. ഒരു എലി വരെ കയറാത്രയില്ലാണ് ഞാനിത് സംഭരിച്ചു പോയത്. ഞാൻ 3.5 വർഷം വരെ ഞാനിത് കൃഷിക്ക് എടുത്ത സ്ഥലമാണ്. ഇത് ഇദ്ദേഹത്തിന്റെ മാത്രം അവസ്ഥയല്ല. മുളങ്കുഴി, ഇല്ലിക്കൽത്തോട് തുടങ്ങി വനപ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഗ്രാമങ്ങളിലെ കർഷകരെല്ലാം ദുരിതത്തിലാണ്. മുളങ്കുഴിയിൽ പലയിടത്തും വഴിവിളക്കുകൾ പോലുമില്ല. രാത്രിയായാൽ വന്യമൃഗശല്യം ഭയന്ന് പലരും പുറത്തിറങ്ങാറില്ല. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് കിടന്നു വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആന ഇറങ്ങിയാണ്. നമ്മളൊന്നും ഇതിന് അനക്കം കേട്ടോ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഒരു വഴിവിളക്കോ സൗകര്യമൊന്നും നമുക്കില്ല. തൊട്ടടുത്ത് നിന്നാൽ പോലും നമുക്കറിയാൻ പറ്റില്ല ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അനക്കം കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പിന്നെ അത് ഓട്ടം, നമുക്ക് ഓടാനേ രക്ഷയുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുന്ന ചേട്ടന്മാരൊക്കെ പലതവണ വീണ് കാലിലൊക്കെ കൈയൊക്കെ ഫ്രാക്ചറൊക്കെ ആയിട്ടുണ്ട്. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ജനവാസ മേഖലയിലെ കിണറുകളിൽ വീഴുന്നതും ഇവിടെ പതിവാണ്. ഇന്നലെയാണ് ഏറെ പണിപ്പെട്ട് കിണറ്റിൽ വീണ ആനക്കുട്ടിയെ വനപാലകർ രക്ഷിച്ചത്. ഇതുപോലെ ഒട്ടനവധി കർഷകർക്ക് പറയാനുണ്ട് ഇത്തരത്തിലുള്ള കണ്ണീർ കഥകൾ. എത്രയും വേഗത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ആവശ്യം. നിബിൻ രാജിനൊപ്പം മൂസ്നാസു, മീഡിയ 1, കൊച്ചി.